നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ദിക്റിലായി ഇരുന്ന് അവസാനം നേരം വെളുത്ത് സുബഹി ബാങ്ക് കൊടുത്താൽ നേരത്തെ ഇശാ നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തിയ വുളൂ കൊണ്ട് തന്നെ സുബഹി നിസ്കരിക്കുന്നു. ഇതേതെങ്കിലും ഒരു റമളാനിലെ ഇഅ്തികാഫിന്റെ ജൽസയിലുണ്ടായ സംഭവമല്ല, അല്ലെങ്കിൽ 2-3 ദിവസമുണ്ടായതല്ല. നിലവേറും ഇശാ തൊഴുതോരുളുവാലെ 40 ഇറ്റാണ്ടോളം സുബഹി തൊഴുതോവർ. 40 കൊല്ലക്കാലമാണ് ഇങ്ങനെ സുബഹി നിസ്കരിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കിടന്ന് ആ മഹാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാന്റെ ഔലിയാക്കളുടെ ഇബാദത്തുകളോടുള്ള താല്പര്യം എത്രയാണ്. ഇവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും, രണ്ടാമതായി നമ്മളും ചെറിയ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. 5 നേരത്തെ നിസ്കാരം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യന് പരലോകത്ത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അവ്വലുമാ യുഹാസബു ബിഹി യൗമൽ ഖിയാമത്തി അസ്സലാ. ആരാധനപരമായ കാര്യങ്ങളിൽ വെച്ച് പാരത്രിക ലോകത്ത് ആദ്യം നടക്കുന്ന വിചാരണ നമ്മളെ നിസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. തിരുനബി പറയുന്നു, ആ വിചാരണയിൽ ആർക്കെങ്കിലും വിജയിക്കാൻ സാധിച്ചാൽ ഇനിയുള്ളതൊക്കെ അല്ല എളുപ്പമാക്കി കൊടുക്കും. കുറെയൊക്കെ അല്ല കണ്ടില്ലെന്ന് വെക്കും, പോകട്ടെ എന്ന് വെക്കും, വിട്ടുവീഴ്ച ചെയ്യും. എന്നാൽ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ വിചാരണയിൽ അങ്ങ് തോറ്റുപോയാൽ ബാക്കിയുള്ളതൊക്കെ കർക്കശമാക്കുകയും വിചാരണ കൂടുതൽ ഗൗരവത്തിലാക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ നിസ്കാരം നിലനിർത്തുന്നവരിൽ നമ്മളൊക്കെ ഉൾപ്പെടണം. മഹാനായ ജീലാനി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും ചെറിയ ചിലതെങ്കിലും നമ്മൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകുക. റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ചെറിയ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഇബാദത്തുകളിൽ പരിശുദ്ധമായ റമളാൻ നമ്മോട് വിട പറഞ്ഞു. റമളാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ചില നന്മകൾ നമ്മളെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞു പോകുന്നതിന് മുമ്പാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതെന്തിനാണ്? റമളാനിൽ ആർജിച്ചെടുത്ത ആ നന്മ കുറച്ചുകൂടി നിലനിർത്തി കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്ന് അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരായിരുന്നു. സുബഹിയുടെ 1/2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു 10 മിനിറ്റ് നേരം സുബഹി ബാങ്കിന്റെ മുമ്പേയായി നമ്മളിൽ പലരും ഈ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കാരം ശീലിച്ചവരായിരുന്നു. റമളാൻ കഴിഞ്ഞതോടുകൂടി തഹജ്ജുദും വിട്ടു. പലരും സുബഹിയും ഖളാ ആക്കാൻ തുടങ്ങി. അള്ളാഹു നമ്മളെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആ തഹജ്ജുദ് നിസ്കാരം വീണ്ടും നമ്മൾ തിരിച്ചു പിടിക്കണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ കൂടുതൽ വേണ്ട, ഒരാടിനെ കറുക്കുന്ന സമയമെങ്കിലും, ഒരാടിനെ കറവ് നടത്തുന്ന സമയമെങ്കിലും നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് ഉപയോഗപ്പെടുത്തുക. സുബഹിയുടെ അല്പം മുമ്പായി എഴുന്നേൽക്കുന്ന ഒരു ശീലം തീർച്ചയായും നമുക്ക് ശീലിക്കാവുന്നതാണ്. റബ്ബ് തൗഫീഖ് തരട്ടെ. ആ നിസ്കാരത്തിന്റെ പോരിശ പറഞ്ഞുകൊണ്ട് തിരുനബി പറയുകയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ. നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം മുറുകെ പിടിക്കുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്നാമതായി ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ. അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. നമ്മൾ സ്വാലിഹീങ്ങളെ കൂടെ ആയി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, വൽഹിഖ്നി ബിസ്സാലിഹീൻ. നല്ല സ്വാലിഹീങ്ങളെ കൂടെ നീ എന്നെ ചേർത്തു തരണേ. ആരാണ് ഇത് ദുആ ചെയ്യുന്നത്? മഹാന്മാരായ പ്രവാചകന്മാർ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തര പ്രാർത്ഥനയിൽ വൽഹിഖ്നാ ബിസ്സാലിഹീൻ, നല്ലവരെ കൂടെ ചേർത്തു തരണമേ എന്ന് പറയാറുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലുണ്ട്. സർവ പ്രവാചകന്മാരും ദുആ ചെയ്യാറുള്ളത് സ്വാലിഹീങ്ങളെ കൂടെ കൂടി കിട്ടണമെന്നാണ്. അത് ദുനിയാവിലും വേണം, ആഖിറത്തിലും വേണം. അവരെ കൂടെ അങ്ങ് ചേർക്കപ്പെട്ടു പോയാൽ നമുക്ക് വിജയമുണ്ട്. അല്ലാഹു നമ്മളെ ആക്കി തരുമാറാകട്ടെ.
അങ്ങനെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലേക്ക് നമ്മളെ അങ്ങ് കൂട്ടിച്ചേർക്കണമെങ്കിൽ നമ്മൾ സാധാരണ തേങ്ങ വേർതിരിച്ചിടാറില്ലേ? അതല്ലെങ്കിൽ മറ്റു വിഭവങ്ങളെ നമ്മളതാ വേർതിരിച്ചിടും. മത്സ്യ കച്ചവടക്കാര് വലിപ്പമുള്ളതും ചെറുതും വേർതിരിച്ചിടാറുണ്ട്. അങ്ങനെ ഓരോന്നിനും മറ്റൊന്നിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോ എന്തെങ്കിലും ഒരു സാമ്യം വേണ്ടേ? ഇതിനെ അതിനോട് ചേർക്കണമെങ്കിൽ, താരതമ്യപ്പെടുത്തണമെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സാമ്യത വേണ്ടേ? അതിന് സ്വാലിഹീങ്ങളുടെ ഒരു സ്വഭാവമെങ്കിലും ജീവിതത്തിലേക്ക് പകർത്തുക. അത് തഹജ്ജുദ് നിസ്കാരമാണ്. അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ സച്ചരിതരുടെ കൂടെ എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാൻ കഴിയും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ, നിങ്ങൾ നല്ല മനുഷ്യരുടെ കൂടെ ചേർന്ന് അവരെ പിന്നിൽ ഒളിച്ചു നിൽക്കണ്ട, ഇങ്ങു മാറി നിൽക്കൂ എന്ന് പാരത്രിക ലോകത്ത് മഹ്ശറിൽ വെച്ച് അല്ല പറയുന്ന സന്ദർഭമുണ്ട്. ആ സമയത്ത് ഞാനും നിങ്ങളും കുറ്റവാളികളുടെ കൂട്ടത്തിലേക്ക് മാറേണ്ടി വരും. അല്ല നമ്മളെ സലാമത്ത് നൽകുമാറാകട്ടെ. തത്സമയം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് ചേർന്ന് കിട്ടാൻ ഒരു ലക്ഷണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വീണ്ടും നബി തങ്ങൾ പറയുന്നു, വഹുവ ഖുർബത്തുൻ ലക്കും ഇലാ റബ്ബിക്കും, നിങ്ങളെ രക്ഷിതാവിലേക്ക് ഒരു വല്ലാതെ നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു സൽക്കർമ്മമാണ്. വേറെ ഇബാദത്തുകൾക്കൊന്നുമില്ലാത്ത ഒരു ദൈവീക സാമീപ്യം ഈ പറയുന്ന തഹജ്ജുദ് എന്ന 2 റക്അത്ത് നിസ്കാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവന്റെ ഹൃദയത്തിന് വല്ലാത്ത ഒരു തിളക്കമുണ്ടാകും, ആരാധനകളിൽ വല്ലാത്ത മാധുര്യമുണ്ടാകും, ചെയ്യുന്ന ഇബാദത്തുകളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കണമെന്ന തോന്നലുണ്ടാകും. ആ നിലക്ക് റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു സൽക്കർമ്മമാണ്. മൂന്നാമത്തെ ഈ നിസ്കാരത്തിന്റെ നേട്ടം വമഗ്ഫറത്തുൽ ലിസയ്യിആത്ത്, നിങ്ങളേത് കൂരിരുട്ടിൽ വെച്ച് ചെയ്ത തെറ്റാണെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്ത കുറ്റമാണെങ്കിലും പാപങ്ങളെ പൊറുപ്പിക്കുന്ന നല്ല ഒരു സൽക്കർമ്മമാണ് തഹജ്ജുദ് നിസ്കാരം. നാലാമത്തെ നേട്ടം വമൻഹാതുൻ അനിൽ ഇസ്മ, ജീവിതത്തിൽ കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മൾ അറിയാതെ വഴുതി പോകാറുണ്ട്. അത്തരം തിന്മകൾക്ക് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ തഹജ്ജുദ് നിസ്കാരം ശീലമാക്കിയ മനുഷ്യൻ അതിലകപ്പെട്ടു പോകുകയില്ല. നിങ്ങളെ തടയാൻ തഹജ്ജുദ് നിസ്കാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മഹാരഥന്മാരുടെ ഈ സ്വഭാവങ്ങൾ നമ്മൾ ശീലിക്കുക. മഹാനായ കാന്തപുരം ഉസ്താദ് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനായ CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു തങ്ങളെ ഒരു രാത്രി തന്നെ 1000 റക്അത്തുകളൊക്കെ ഒരേ നൃത്തത്തിൽ ഇങ്ങനെ നിസ്കരിക്കുന്നതായി ഉസ്താദ് തന്നെ കണ്ടിട്ടുണ്ട്. അത്രയേറെ ഇബാദത്ത് ചെയ്ത് അള്ളാന്റെ സാമീപ്യം കരഗതമാക്കിയത് കൊണ്ടാണ് ഇന്നും ജനഹൃദയങ്ങളിൽ അത്തരം മഹാരഥന്മാർ അതാ മരിക്കാതെ നിലകൊള്ളുകയാണ്. അത് അള്ളാഹു അങ്ങനെയാണ് സ്വാലിഹീങ്ങൾക്ക് സ്ഥാനം കൊടുക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു റജുലൻ, ഒരു മനുഷ്യനെ അള്ളാഹു സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആകാശ ലോകത്ത് വെച്ച് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പടച്ചവൻ പറയും, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഹിബ്ബാ, ജിബ്രീലേ, ഞാൻ ഇന്നാലിന്ന മനുഷ്യനെ സ്നേഹിക്കുന്നു, താങ്കളും അയാളെ സ്നേഹിക്കണം. അങ്ങനെ ജിബ്രീൽ അതാ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങി. ജിബ്രീൽ ബാക്കിയുള്ള മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മലക്കുകളെ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന, അല്ലാഹു ഇന്നാലിന്ന മനുഷ്യനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഫഹിബ്ബൂ, നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ സ്നേഹിക്കണം. അങ്ങനെ ആകാശ ലോകത്തുള്ള എല്ലാ മലക്കുകളും ഈ മനുഷ്യനെ സ്നേഹിച്ചു കഴിയുന്നതോടെ അതിനുശേഷമാണ് ആ മനുഷ്യനെ സംബന്ധിച്ച് ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകുന്നത്. ഭൂവാസികൾ ആ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് ശേഷമാണ്. അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് ഇത്തരം ഔലിയാക്കന്മാരെങ്ങനെ കുടികയറി.
മറ്റൊന്നുമല്ല, അവര് ഇബാദത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മം അതാണ് തഹജ്ജുദ് നിസ്കാരം. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ രാത്രിയിലുള്ള നിസ്കാരത്തിന്റെ അതേപോലെ പകലിൽ ഒരു നിസ്കാരമുണ്ട്. അതേതാണ്? ളുഹാ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖാ. മനുഷ്യരെ, നിങ്ങൾക്ക് അല്ലാഹ് നൂറുകണക്കായ എല്ലുകൾ തന്നിട്ടുണ്ട്, അതിനൊക്കെ കെണിപ്പുകൾ തന്നിട്ടുണ്ട്. ഈ കെണിപ്പുകൾ അല്ലാഹ് നമുക്ക് തന്നത് വല്ലാത്തൊരു നിഅമത്താണ്. ഈ ഒരാകാരം മനുഷ്യന് തന്നത് അതിലും വലിയ അനുഗ്രഹമാണ്. നമ്മേക്കാൾ എത്രയോ വലുപ്പമുള്ള ആനകളെപ്പോലും കാലുകൾക്കിടയിലാക്കി മനുഷ്യൻ നിയന്ത്രിക്കുന്നു. സിംഹങ്ങളെ പിടിച്ച് കുരങ്ങ് കളിപ്പിക്കുന്നു. ഭീകര ജീവികളെ മുഴുവനും നിയന്ത്രിക്കുന്നു. ഇതിനെല്ലാം മനുഷ്യന് സാധിച്ചത് എന്തുകൊണ്ടാണെന്നോ? ആനയെപ്പോലെ ഒരു ഭീമനായി നമ്മളെ പടച്ചിരുന്നുവെങ്കിൽ നമുക്കിതിന് കഴിയില്ല. ഈ ഒരു പ്രത്യേകമായ രൂപവും ആകാരവും ശരീരത്തിന്റെ വടിവും വളവും തിരിവും കെണിപ്പുകളുമാണ് മനുഷ്യനെ, ജീവികളെ മുഴുവനും നിയന്ത്രിക്കാൻ ശേഷിയുള്ളവനാക്കിയത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ആകാരത്തിൽ ഞാൻ മനുഷ്യനെ പണി കഴിപ്പിച്ചു എന്ന് അല്ലാഹ് വെറുതെ പറഞ്ഞതല്ല. ഇതിന് നമ്മൾ നന്ദി ചെയ്യേണ്ടതുണ്ട്. നബി പറയുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ച് ഓരോ കെണിപ്പുകളുടെ എണ്ണം കണ്ടും അള്ളാഹ്ക്ക് ശുക്രായി ദാനധർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരു ദിവസം എത്ര കെണിപ്പുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ സ്വതക്ക കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ധർമ്മം കൊടുക്കാം പണമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഫകുല്ലു തസ്ബീഹത്തിൻ സദഖാ വകുല്ലു തക്ബീറത്തിൻ സദഖാ വകുല്ലു തഹ്ലീലത്തിൻ സദഖാ. നിങ്ങൾ ചൊല്ലുന്ന ഓരോ സുബ്ഹാനല്ലാഹും ഓരോ അൽഹംദുലില്ലയും ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹും ഓരോ അല്ലാഹു അക്ബർ എന്ന ദിക്റും നിങ്ങൾ സ്വതക്കയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ സ്വതക്കയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഇബാദത്താണ്. നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവസാന നബി തങ്ങൾ പറയുന്നു, എങ്കിൽ വയജ്സിഉ മിൻ ദാലിക, ഈ പറഞ്ഞതിനൊക്കെ പകരം നിൽക്കുന്നതാണ് റകഅത്താനി യർകഉഹുമാ മിനൽ ളുഹാ. ളുഹായുടെ സമയത്ത് അഥവാ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആയത് മുതൽ ളുഹർ വരേക്കുമുള്ള വിശാലമായ ഒരു സമയമുണ്ട് ളുഹാ നിസ്കാരത്തിന്. ആ സമയങ്ങളിൽ ഏറ്റവും നല്ലത് പകലിന്റെ 1/3 കഴിഞ്ഞു കടന്നതിന് ശേഷമാണ്. അഥവാ ഒരു 9 മണിയായത് മുതൽക്കാണ് ളുഹാ നിസ്കാരത്തിന് ഏറ്റവും ബഹുമാനം. പെണ്ണുങ്ങൾ അത് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണെങ്കിൽ ആണുങ്ങൾക്ക് ളുഹാ ഏറ്റവും നല്ലത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ്. ചുരുങ്ങിയത് 2 റക്അത്താണ്, പൂർണ്ണമായത് 8 റക്അത്താണ്. കൂടിയാൽ 12 വരെ പോകാം, അതിലപ്പുറം ളുഹാ ഇല്ല. ഒരു 2 റക്അത്തെങ്കിലും നിസ്കാരം നമ്മൾ പതിവാക്കുക. ആദ്യത്തെ റക്അത്തിൽ വല്ലുഹാ വല്ലൈലി ഇദാ വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ യഅശ എന്നതും രണ്ടാമത്തേൽ വല്ലുഹാ എന്ന അധ്യായവും നമ്മൾ ഓതുക. അത് സാധിച്ചില്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഇത് ഓതി ഒരു 2 റക്അത്ത് ളുഹാ നിസ്കാരം ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ നമ്മളെ ഈ ശരീരം നമുക്ക് തന്നതിന് പകരമായി പടച്ചവന് ചെയ്യുന്ന വലിയ ശുക്റാണ്. അല്ലാഹ് പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, ആരോഗ്യമേറ്റിത്തരും, ശരീരത്തിന് പുഷ്ടി അധികം തരും, രോഗങ്ങൾക്ക് ശമനം തരും. ഇതൊക്കെ ളുഹാ നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടും. അത് നന്ദി പ്രകടനമാണ്. ആ രീതിയിൽ സ്വാലിഹീങ്ങളുടെ പാത, ഔലിയാക്കളെ മാർഗം പറയുമ്പോ നമ്മൾ അവരെ പേരിൽ ഭക്ഷണം വെച്ച് വിളമ്പയൊക്കെ വേണം. അതൊക്കെ വലിയ പുണ്യമുള്ളതാണ്. അതുകൊണ്ട് മതിയാക്കാതെ അവര് ജീവിതത്തിൽ കാണിച്ചു തന്ന സൽക്കർമ്മങ്ങൾ, അൽ മുവാലിബു അല ത്വആ, നിരന്തരം ഇബാദത്ത് വർദ്ധിപ്പിക്കുക, ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വഴി നമ്മൾ കണ്ടുപിടിക്കണം. മൂന്നാമത് ഔലിയാക്കന്മാരുടെ സ്വഭാവമായി സഅദുദ്ദീൻ തങ്ങൾ പറഞ്ഞതെന്താ? അൽ മുഗ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്. ഭൗതികമായ ആഡംബരങ്ങളിലും ആഹ്ലാദങ്ങളിലും ഊളിയിട്ട് നടക്കാതെ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ലോകമാണ്. ഇവിടത്തെ ആഡംബര വീടുകളും സൗന്ദര്യമുള്ള തോട്ടങ്ങളും ഇവിടെയുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും കാറുകളും മറ്റുമൊക്കെ കാണുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളോട് നമ്മുടെ മനസ്സ് കെട്ടുപണിഞ്ഞു പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉപയോഗിക്കൽ ആവശ്യമുള്ളവർ ഉപയോഗിച്ചുകൂടാ എന്നല്ല. അതൊക്കെ ഉപയോഗിക്കാൻ ആവശ്യമുള്ള ആളുകൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും അത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് മുതൽ കൂട്ടാക്കുകയും വേണം. പിന്നെ എന്താണ് പ്രപഞ്ചത്തോടുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ, മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടത്തെ അദ്കിയയിൽ നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അലാഖത്തു ഖൽബ്, ഹൃദയത്തിന്റെ ബന്ധം വിച്ഛേദിക്കലാണ്. അല്ലാതെ ദുനിയാവിന്റെ ഒരു സാധനം എടുത്തു ഉപയോഗിക്കാതിരിക്കലല്ല. അതിനല്ല പ്രപഞ്ചത്യാഗം എന്ന് പറയുന്നത്. പ്രപഞ്ചത്യാഗം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒന്നും ഉപയോഗിക്കാതിരിക്കുക എന്നല്ല, പക്ഷെ അതുമായി ഹൃദയത്തിന് ബന്ധമില്ലാതിരിക്കുക. എന്റെ കാറോ എന്റെ വീടോ എന്റെ പറമ്പോ എന്റെ ബിൽഡിങ്ങോ എന്നും പറഞ്ഞ് നടക്കരുത്. അത് അള്ളാഹു ചിലപ്പം തന്നിട്ടുണ്ടാവും, തന്നെങ്കിൽ ദീന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിലോ അത് വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നമുക്ക് ലഭിക്കണമെന്ന് അസൂയ വെക്കാൻ പോലും പറ്റിയ നിഅമത്താണ്, അഥവാ ഇബ്തത്ത് വെക്കാൻ പറ്റിയ നിഅമത്താണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അനുഗ്രഹമാണ്. എന്നാൽ അതുമായി ഹൃദയബന്ധമില്ലാത്തവരാണ് സ്വാലിഹീൻ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മ ജീവിതം നയിക്കും. ഹറാമ് കലരാതെ എപ്പോഴും ഹലാലിന്റെ മാർഗം തന്നെ. ഭൗതികമായ കാര്യങ്ങളിലേക്ക് അത്യാർത്തി ഉണ്ടാകുമ്പോഴാണ് ഹലാലും ഹറാമും ഒക്കെ അടുവിടുക. ഒരാൾക്കൊരു പൊരണ്ട്, തൽക്കാലം ഓടിട്ട വീടാണ്, സുഖമായിട്ട് ഉറങ്ങാൻ. പക്ഷെ അയാൾക്ക് ആർത്തി കൂടി. എന്റെ കൂട്ടുകാരൊക്കെ 2 നിലയുള്ള വാർത്ത വീടുണ്ടാക്കി, ഇനിയും ഞാൻ ഓടിട്ട പുരണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് പൊളിക്കുകയാണ്. എന്നാൽ വേറൊരു വീട് ഉണ്ടാക്കാനുള്ള വരുമാനം അയാൾക്കുണ്ടോ? അല്ല. പിന്നെ അയാൾ എന്ത് ചെയ്യാണ്? പൊങ്ങച്ചത്തിന് വേണ്ടി അയാള് പലിശ ഇടപാടുമായി ബന്ധപ്പെടേണ്ടി വരുന്നു. അങ്ങനെ ഭൗതികമായ തന്റെ താല്പര്യത്തിന് വേണ്ടി ഹറാമിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു ചുറ്റുപാട് ഇത് ഉണ്ടാകാൻ പാടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ യാതൊന്നും ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ സൂക്ഷ്മ ജീവിതം നയിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ചെറിയൊരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ സയ്യിദുന അബൂ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്ക് ബഗ്ദാദിന്റെ അല്ലെങ്കിൽ ഇറാഖിന്റെ തെരുവീതികളിലെ ചെറിയൊരു കുഗ്രാമമാണ് ജയിലാൻ. ഇറാനിന്റെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആ ചെറിയ ഗ്രാമത്തിലെ നദിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അബൂ സ്വാലിഹ്. അവിടെ വെച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേൽഭാഗത്ത് നിന്ന് ഒരു ചെറിയ പഴം ഇങ്ങനെ ഒഴുകി വരുന്നു. വളരെ സന്തോഷത്തോടുകൂടി, ഏറെ വിശപ്പുണ്ടായ സമയത്ത് പെട്ടെന്ന് ആ പഴമെടുത്ത് ഈ ചെറുപ്പക്കാരൻ അങ്ങ് തിന്നുപോയി. സുബ്ഹാനല്ലാഹ്. ഇത് കഴിച്ചതിന് ശേഷം അദ്ദേഹം ചിന്തിക്കുകയാണ്, റബ്ബേ, ഞാൻ ഈ ചെയ്തത് ശരിയല്ലല്ലോ. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, സാധാരണ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് ഒരു പുഴയിലൂടെ അല്ലെങ്കിൽ ഒരു തോട്ടിലൂടെ ഇതുപോലെയുള്ള ചെറിയ സംഗതികൾ ഒഴുകിപ്പോകുന്നത് കണ്ടാൽ, ഒരു മാങ്ങ പോകുന്നത് കണ്ടാൽ, ഒരു തേങ്ങ ഒഴുകി വന്നാൽ, ഒരടക്ക ഒഴുകി വന്നാൽ അത് കിട്ടുന്നവൻ എടുക്കുന്നതിന് വിരോധമല്ല. കാരണം ഒരു തേങ്ങ പോയാൽ അതും തെരഞ്ഞ് ഒരു തോണി വാടകക്കെടുത്ത് ആരും പിന്നാലെ വരില്ലല്ലോ. അത് അയാൾ ഒഴിവാക്കും. പിന്നെ അത് കടലിൽ പോയി നശിക്കലാണ്. ഇതുപോലുള്ള ചെറിയ സാധനങ്ങളാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കുന്നതിന് വിരോധമല്ല. എന്നാൽ നഷ്ടപ്പെട്ടയാള് അന്വേഷിച്ചു പോകാൻ മാത്രമുള്ള ഒരു മുതലാണെങ്കിൽ കിട്ടിയവർ അത് പരസ്യം ചെയ്ത് ഉടമയെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് നിയമം. സൂക്ഷ്മ ജീവിതം നയിക്കുന്ന അള്ളാഹിന്റെ ഔലിയാക്കൾ
ഇത്തരം വസ്തുക്കൾ പോലും എടുക്കാറില്ല. പലപ്പോഴും അവരുടെ ഭാഷയിൽ അവർക്ക് ഏതൊക്കെ ഹറാമാണ്. നമ്മളൊരു പറമ്പിലൂടെ നടന്നു പോവുകയാണ്, ഒരു കല്യാണവും കഴിഞ്ഞ് പോവാണ്. നമ്മൾ ആ വീട്ടിൽ വെച്ച് തിന്ന കോഴിയുടെ മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലിന്റെ ഇടയിൽ തങ്ങിപ്പോയാൽ നടന്നു പോകുന്ന വഴിക്ക് ഒരു തെങ്ങുണ്ട്, ആ തെങ്ങിന്റെ ഒരു പട്ട താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു, അതേതോ ഒരാളുടേതാണ്. അതിൽ നിന്നൊരു ഈള് മുറിച്ചെടുക്കുക എന്നത് സൂക്ഷ്മ ജീവിതം നയിക്കുന്ന ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹറാമാണ്. അവര് സ്വയം അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഹറാമിനെ കാണും പോലെയാണ് അവർ കാണുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ അബൂ സ്വാലിഹ് എന്ന ഈ ചെറുപ്പക്കാരൻ ഓർത്തുപോയി, റബ്ബേ, പുഴയിലൂടെ കിട്ടിയതാണെങ്കിലും തിന്നത് ശരിയായില്ലല്ലോ, ഇനി എന്തു വേണം? അതിന്റെ ഉടമയെ കണ്ടുപിടിച്ച് മാപ്പ് പറയണം. അതിനുവേണ്ടി നേരെ കരക്ക് കയറുന്നു. മേൽഭാഗത്തുനിന്ന് ഒഴുകി വന്നതല്ലേ, മേലോട്ട് നടന്നു നോക്കാം, സമാന പഴമുള്ള ഏതെങ്കിലും മരം തൂങ്ങിക്കിടക്കുന്നുണ്ടോ പുഴയിലേക്ക് എന്ന് അന്വേഷിച്ച് കിലോമീറ്ററുകൾ നടന്നു. കുറെ അങ്ങെത്തിയപ്പോഴാണ് അവിടെ അതാ താൻ ഭക്ഷിച്ചതുപോലെയുള്ള പഴങ്ങൾ പുഴയിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു മരം കാണുന്നു. ഉടനെ ആ മരത്തിന്റെ ഉടമയെ സമീപിക്കുകയാണ്. വിശാലമായ ഒരു തോട്ടത്തിൽ ഈ മരത്തിന്റെ ഉടമ വലിയൊരു മുതലാളി, അദ്ദേഹം അതാ വീട്ടിന്റെ കോലായിലിരിക്കുകയാണ്. ചെറുപ്പക്കാരനായ അബൂ സ്വാലിഹ് ഓടിച്ചെന്ന് ആ മനുഷ്യന്റെ കാൽക്കൽ വീണ് കരയുന്നു, നിങ്ങൾ എന്നോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണം. ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ചോദിച്ചു, അല്ല മോനെ, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് വരാൻ നീ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വല്ലാത്തൊരു തെറ്റ് ചെയ്തു. അതെന്താ? നിങ്ങളെ മരത്തിന്റെ ആന്ന് എനിക്ക് ഉറപ്പാ, അതിൽ നിന്ന് വീണ ഒരു പഴം അങ്ങ് ജയിലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കിട്ടി, ഞാനത് തിന്നുപോയി, നിങ്ങൾ എന്നോട് പൊറുക്കണം. ഈ മഹാനായ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഒരു സയ്യിദാണ്. അദ്ദേഹം ഉള്ളിൽ ഒരാശയം മുദിച്ചു, ഈ ചെറുപ്പക്കാരനെ അങ്ങനെ വിടാൻ പറ്റില്ല. ഇതുപോലെ സൂക്ഷ്മ ജീവിതം നയിക്കുന്ന ഒരാളെ അന്വേഷിച്ചാണ് ഇദ്ദേഹം നടക്കുന്നത്. ഇദ്ദേഹത്തിനൊരു മകളുണ്ട്, അവരുടെ പേരാണ് ബീവി ഫാത്തിമ. ആ ഫാത്തിമ എന്ന മകൾക്ക് വേണ്ടി ഒരു ഭർത്താവിനെ അന്വേഷിച്ച് കുറെ കാലമായി നടക്കുന്നു. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് അബൂ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരനോട് ഈ തോട്ടമുടമ പറയുന്നു, മോനെ, നിനക്ക് ഞാൻ മാപ്പ് തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അബൂ സ്വാലിഹ് തങ്ങൾ പറഞ്ഞു, എന്ത് നിബന്ധനയാലും പ്രശ്നമല്ല, എനിക്ക് നിങ്ങൾ മാപ്പ് തരലാണ് പ്രശ്നം. ആയിക്കോട്ടെ, കേൾക്കട്ടെ. നിബന്ധന പറഞ്ഞു, നിങ്ങൾ എന്റെ മകളെ വിവാഹം ചെയ്യണം. അപ്പൊ അബൂ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, അല്ലോ, അത് വല്ലാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നിബന്ധന ആയിപ്പോയല്ലോ. അങ്ങനെ ഒരു നിബന്ധന, ഒരു തെറ്റ് ചെയ്ത ആളോട് മോളെ കെട്ടണം എന്ന് പറയുന്നു, വേറെന്തെങ്കിലും പോരേന്ന് ചോദിച്ചു. അപ്പൊ മഹാൻ പറഞ്ഞു, പോരാ, അത് തന്നെ വേണം. പിന്നെ പൊരുത്തപ്പെടണമെങ്കിൽ നിർബന്ധമാണ്, ആയിക്കോട്ടെ. സമ്മതിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചേരാൻ പോകുന്ന മകളാരാന്നറിയോ? അവൾക്ക് 2 കണ്ണുമില്ല, അവൾക്ക് 2 കാതുമില്ല, 2 കയ്യും കാലും അവൾക്കില്ല. ഇങ്ങനെയുള്ള ഒരു മകളെയാണ് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ പോകുന്നത്. അവളെ കെട്ടിയെങ്കിലേ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരികയുള്ളൂ, പൊരുത്തപ്പെട്ട് തരികയുള്ളൂ. അബൂ സ്വാലിഹ് കെട്ടാൻ തന്നെ തീരുമാനിച്ചു. ഏതായാലും കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങോട്ട് ഏതായാലും ഒക്കെ കാണാൻ കഴിയില്ല, കണ്ണുമില്ലല്ലോ, കയ്യുമില്ല, കാതുമില്ല, കാലുമില്ല. കല്യാണം ഉറപ്പിച്ചു. വിവാഹം നല്ല രീതിയിൽ നടന്നു. കല്യാണത്തിന്റെ ദിവസം രാത്രിയതാ ചെറുപ്പക്കാരന്റെ റൂമിലേക്ക് കടന്നു വരുന്നു ഒരു പെൺകുട്ടി. സുന്ദരിയായ ഒരംഗവൈകല്യവുമില്ലാത്ത പെൺകുട്ടിയാണ് കയറി വരുന്നത്. അബൂ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരൻ ആക്രോശിച്ച് ഇറങ്ങിപ്പോകണം. നീ എന്റെ ഭാര്യയല്ല, എനിക്ക് ഈ അബൂ സ്വാലിഹ് എന്ന് പറയുന്ന എനിക്ക് വിവാഹം ചെയ്തു തന്നിട്ടുള്ള പെൺകുട്ടി നിന്നെപ്പോലുള്ള ഒരു സുന്ദരിയല്ല, കയ്യും കണ്ണും കാതും കാലും ഇല്ലാത്ത ഒന്നാണ്. അയാൾ പ്രതീക്ഷിച്ചത് അതാണല്ലോ, ഒരു പയമ്പരി പോലത്തെ ഒരു സാധനം ഇപ്പൊ ആരോ എടുത്തുകൊണ്ടുവരുന്നാ വിചാരിച്ചത്. അപ്പം വന്നതേതാ? ഇതാണ്. അപ്പം ഇവള് പറഞ്ഞു, അല്ല, ഞാൻ തന്നെയാണ് ആള്. അദ്ദേഹം സമ്മതിച്ചില്ല. തൊട്ടു പിന്നാലെ പിതാവ് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, മോനെ,
നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്ന പെൺകുട്ടി ഇതു തന്നെയാണ്. എന്നാൽ അന്നു ഞാൻ പറഞ്ഞല്ലോ ഇവൾക്ക് 2 കണ്ണില്ല എന്ന്. ആ പറഞ്ഞതിനർത്ഥം ജീവിതത്തിൽ ഇന്നുവരെ ഒരു ഹറാമിലേക്ക് ഇവള് നോക്കിയിട്ടില്ല. ഹറാമു നോക്കുന്ന കണ്ണില്ല എന്നാണ്. കയ്യും കാലും കാതുമൊക്കെ ഇല്ല എന്ന് പറഞ്ഞതും ഒരു ഹറാമും ഇന്ന് വരെ അവളെ കാതുകൊണ്ട് അവള് കേട്ടിട്ടില്ല, ഒരു ഹറാമു പിടിച്ചിട്ടില്ല, ഹറാമിലേക്ക് നടന്നിട്ടില്ല. ഇങ്ങനെയുള്ള സൂക്ഷ്മ ജീവിതം നയിക്കുന്നവളാണ് എന്റെ മകള് ഫാത്തിമ. അവൾക്ക് പറ്റിയൊരു ഭർത്താവിനെ ഞാൻ അന്വേഷിച്ചിങ്ങനെ കുറെ നടന്നു. പടച്ച റബ്ബിന്റെ സമീപത്ത് ഞാൻ ഈ വിഷയവും സമർപ്പിച്ചു. അള്ളാഹുവാണ് നിങ്ങളെ എനിക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ സുഖമായി ജീവിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ് ആശീർവദിക്കുകയാണ്. ആ കുടുംബം നല്ല ജീവിതം നയിച്ചു വരുന്നു. അങ്ങനെ അതിൽ ആദ്യമായൊരു കുഞ്ഞുണ്ടായി. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ ദിവസമാണ് ആ കുട്ടിയെ പ്രസവിക്കപ്പെടുന്നത്. ആ കുട്ടി ആരാണെന്നറിയുമോ? നേരത്തെ നമ്മൾ പരിചയപ്പെട്ട അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 2 ഔലിയാക്കന്മാരെ മക്കളായിരുന്നു ശൈഖ് ജീലാനി. അതുകൊണ്ട് തന്നെ ജനിച്ച ഉടനെ കറാമത്തോടുകൂടെയാണ് ജനനം. മുതലായ റമളാനിൽ മുലകൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ. പരിശുദ്ധ റമളാനിന്റെ പകലിൽ മുല കുടിക്കാത്ത കറാമത്ത് കാണിച്ച മഹാനാണ്. ആ കറാമത്ത് ഈ മാതാപിതാക്കളുടെ കൂടി കറാമത്താണത്. ഈ രീതിയിൽ അതാ സൂക്ഷ്മ ജീവിതം നയിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. മഹാനായ ശൈഖ് ജീലാനി തന്നെ മുതിർന്ന കുട്ടിയായി വലുതായി ലോകത്ത് നാനാഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരിക്കലതാ നൈലിന്റെ തീരത്ത് ഒരു രാജാവിന്റെ അതിഥിയായി കൊട്ടാരത്തിൽ കഴിയുന്നു. രാത്രിയായാൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പാതിരക്കെഴുന്നേറ്റ് നിസ്കാരത്തിലും ദിക്റിലുമാണ്. ഇരുന്നിങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കെ മഹാനവറുകൾക്കതാ പെട്ടെന്ന് ഉറക്കം വരുന്നു. ഉറക്കത്തിൽ സ്ഖലനമുണ്ടാകുന്നു. ഉടനെ ഞെട്ടി എഴുന്നേൽക്കുന്നു. മഹാനവറുകൾ അവിടുന്ന് ഓടിയിറങ്ങി അതികഠിനമായ തണുപ്പുള്ള ആ രാത്രി ഐസും കട്ടയെ വെല്ലുന്ന തണുപ്പേറിയ നൈൽ നദിയിൽ മുങ്ങിക്കുളിച്ച് വൃത്തിയാകുകയാണ്. വീണ്ടും തന്റെ കേന്ദ്രത്തിൽ വന്നിരുന്ന് ദിക്ർ ആരംഭിക്കുന്നു. പെട്ടെന്ന് ഉറക്കം വരുന്നു, സ്ഖലനമുണ്ടാകുന്നു. വീണ്ടും ചെന്ന് കുളിക്കുന്നു. ഇത് 1, 2, 3 തവണയല്ല, ഒരൊറ്റ ദിവസം ഒരൊറ്റ രാത്രി 40 വട്ടമാണ് അള്ളാഹു മഹാനവറുകളെ പരീക്ഷിക്കുന്നത്. 40 തവണയും പോയി കുളിക്കുകയാണ്. പിന്നീട് ശൈഖ് ജീലാനി പറയുന്നു, ഇനി 41ാമത്തെ തവണയും അല്ല എന്നെ പരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ കുളിച്ചു മരണപ്പെടുമായിരുന്നു. പക്ഷേ അല്ല എന്നെ രക്ഷപ്പെടുത്തി. അന്നത്തെ രാത്രി മഹാനവറുകൾ എന്തിനാ ഇത് ചെയ്തത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ സമയത്തും ശുദ്ധിയോടെ നിലനിൽക്കുക എന്നത് പൂർണ്ണ ഈമാനുള്ള മനുഷ്യനല്ലാതെ കഴിയില്ല. ഒളു മുറിയുമ്പോഴേക്ക് അതെടുക്കുക, ജനാബത്തുണ്ടാകുമ്പോഴേക്ക് കുളിച്ചു വൃത്തിയാകുക. സഹോദരാ, മഹാന്മാരെ പാതയെപ്പറ്റി പറയുമ്പോൾ ഓർക്കുക, നമ്മൾ സുബഹിയെങ്കിലും സുബഹി വരെ കളാക്കി ജനാബത്തുകാരൻ തണുപ്പാണെന്ന് പറഞ്ഞ് കുളിക്കാതെ കിടന്നുറങ്ങുന്നവരുണ്ടല്ലോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മൾ ആ നിമിഷം തന്നെ കുളിച്ച് കിടക്കുന്നില്ല എങ്കിൽ പോകട്ടെ, സുബഹി ഖളാകുന്നതിന് മുമ്പെങ്കിലും വൃത്തി വരുത്താനുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതല്ലേ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതാണ് മഹാനവറുകളുടെ ഇബാദത്തിനോടുള്ള താല്പര്യം. എപ്പോഴും വുളൂവും ശുദ്ധിയും ഉണ്ടായിരിക്കുക എന്നതുവരെ വലിയ ഒരു താല്പര്യമാണ്. ഈ രീതിയിൽ ഇബാദത്തുകളിൽ മുഴുകി നിന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറി സൂക്ഷ്മ ജീവിതം നയിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. ആ രീതിയിൽ ജീവിതം നയിക്കുമ്പോൾ അവർക്ക് അല്ലാഹു വലിയ ബഹുമാനം കൊടുക്കും. ആകാശലോകത്തും കൊടുക്കും, ഭൂമിയിലും കൊടുക്കും. ഭൂമിയിൽ ജനങ്ങൾ അവരെ ബഹുമാനിക്കാൻ വേണ്ടിയും
അതുപോലെ നല്ല മനുഷ്യരായി ജീവിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കൂടി അള്ളാഹു വലിയ കറാമത്തുകൾ നൽകും. അള്ളാഹു തന്നെ പറഞ്ഞതായി തിരുനബി നമ്മൾ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. ലാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിലി. ഫർലായ കാര്യങ്ങളൊക്കെ മുറ പോലെ നിർവഹിച്ചതിന് പുറമെ സുന്നത്തായ കർമ്മങ്ങൾക്ക് അത്യധികം പ്രാധാന്യം നൽകി ഇബാദത്ത് വർദ്ധിപ്പിച്ചാൽ എന്റെ അടിമകൾ എന്നോട് അടുപ്പമുള്ളവരാകും. അങ്ങനെ ഹത്താ ഉഹിബ്ബുഹു, ഞാൻ അവരെ പ്രിയം വെച്ചു പോകും. ഫഇദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ എന്റെ അടിമകളെ അങ്ങ് സ്നേഹിച്ചു പോയാൽ ഫകുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വരിജ്ലഹു അല്ലതീ യംശി ബിഹാ വയദഹു അല്ലതീ യബ്തിശു ബിഹാ. അവര് കാണുന്ന കണ്ണ് ഞാനാകും, അവര് കേൾക്കുന്ന കാത് ഞാനാകും, അവര് പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും ഞാനാകുമെന്ന് അല്ലാഹു പറയുന്നു. ഇതിനർത്ഥം പടച്ചവൻ ഇവരെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുമെന്നല്ല. കയ്യും കാലും നാവും കാതും ഒക്കെയാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അവയവം. ആ അവയവങ്ങൾ കൊണ്ട് അല്ലാഹു അത്ഭുതങ്ങൾ കാണിക്കുമെന്നാണ്, കറാമത്തുകൾ പ്രകടിപ്പിക്കുമെന്നാണ് ഈ ഹദീസിന്റെ സാരമെന്ന് പണ്ഡിതന്മാര് പറയുന്നു. അങ്ങനെ ഇവരിലൂടെ വലിയ വലിയ കറാമത്ത് വരും. ഇവരെ നാവ് കൊണ്ട് അവർ വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തആല അങ്ങ് നടപ്പാക്കി കൊടുക്കും. ഇല്ലേ, മഹാനായ ശൈഖ് സി.എം. വലിയുല്ലാഹി നവറല്ലാഹു മർക്കദഹു മഹാനവറുകൾ പല ഭാഗത്തൂടെയും നടന്നുപോയിട്ട് ആ കൂട്ടത്തിൽ അന്ന് എളമരം പ്രദേശത്തുകൂടെ ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു. അത്ര ഞങ്ങളെ പള്ളിയിൽ അന്നുണ്ടായിരുന്ന ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ, അദ്ദേഹം അടുത്ത് മരിച്ചുപോയി, അദ്ദേഹത്തിന് ഖബർ അല്ലാഹു സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കൽ സി.എം. വലിയുല്ലാഹി റൂമിൽ വന്നു. ഇങ്ങനെ നടക്കുന്ന കാലത്ത് റൂമിൽ വന്ന് ആ നേരത്ത് ഉസ്താദ് അദ്ദേഹത്തോട് കാലങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു രോഗത്തെ കുറിച്ച് പറഞ്ഞു. സി.എം. ഒരൊറ്റ വാക്ക്, ആ രോഗം ഇനി വേണ്ട. മരണം വരെ അദ്ദേഹത്തിന് ആ രോഗം പിന്നെ ഉണ്ടായിട്ടില്ല. ഇതുപോലെ 100 കൂട്ട അനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് ആളുകൾ ഉണ്ട്. മഹാനവറുകളുടെ അധിക കറാമത്തും നാവ് കൊണ്ടാണ്, ഒറ്റ പറച്ചിലാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിലുണ്ട് മൻ, ചില ആളുകൾ, ലോ അഖ്സമ അലല്ലാഹ്, അല്ലാഹനെ മുൻനിർത്തി അവര് വല്ലതും പറഞ്ഞാൽ അബർറഹു, അത് അല്ലാഹ് നടപ്പിൽ വരുത്തി കൊടുക്കും. അങ്ങനത്തെ ചില അടിമകൾ അല്ലാഹുവിന്റെ അടിയാറുകളുടെ കൂട്ടത്തിലുണ്ട്. അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ചിലരാണ്. അവരെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരുടെ കറാമത്ത് അല്ലാഹു നാവിലൂടെ വെളിവാക്കുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇനി നോക്കൂ, അവരെ കൈകൊണ്ട് തൊട്ടാൽ രോഗം മാറുകയാണ്. അവരെന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് രോഗം സുഖപ്പെടുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, എത്ര ആളുകളെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെ അള്ളാഹു സുഖപ്പെടുത്തിയിട്ടുള്ളത്. എത്ര അത്ഭുതങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ അമ്പിയാക്കൾക്ക് എന്തൊക്കെ മോചിതത്തായി വരുന്നുണ്ടോ, ആ കാര്യങ്ങളെല്ലാം ഔലിയാക്കന്മാർക്ക് കറാമത്തായും വരും. അതിൽ വേദഗ്രന്ഥങ്ങൾ ഒഴിവാണ്, ബാക്കിയുള്ളതെല്ലാം കറാമത്തായി ഔലിയാക്കൾക്ക് വരുമെന്നാണല്ലോ അഹ്ലുസ് സുന്നയുടെ വിശ്വാസം. പ്രവാചകനായ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച അത്ഭുതങ്ങൾക്ക് പരിധിയില്ല. ഇതുപോലെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം കാണിച്ച ഒരുപാട് അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളെ കൂട്ടത്തിലെ ഏറ്റവും അധികം കറാമത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നേതാവാണ്. കാരണം അന്ന് 3 നൂറ്റാണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് മഹാനവറുകൾ വരുന്നത്. ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ളത് ആരാ? സ്വഹാബാക്കളും സ്വഹാബാക്കളെ കണ്ട താബീങ്ങളും താബീങ്ങളെ കണ്ട തബൗ താബീങ്ങളുമാണ്. ഈ 3 വിഭാഗത്തെയും കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബി തങ്ങൾ അന്ന് പറഞ്ഞു,
എന്റെ സ്വഹാബാക്കളിൽപ്പെട്ട ഒരാളെങ്കിലും ഉള്ള ഒരു സൈന്യം ഒരു നാട്ടിലേക്ക് ചെന്നാൽ ആ നാട് അവർക്ക് കീഴ്പ്പെട്ടു വരും. പിന്നെ അവിടുന്ന് പറഞ്ഞു, എന്റെ സ്വഹാബാക്കളെ താബിഈങ്ങളായ ആളുകൾ ഒരു നാട്ടിലേക്ക് പ്രവേശിച്ചാൽ ആ നാട്ടുകാര് അവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെടും. മൂന്നാമതും പറഞ്ഞു, എന്റെ സ്വഹാബാക്കളെ പിന്തുടർന്ന ആരെങ്കിലും ഉള്ള ഒരു സേന ഒരു പ്രദേശത്തെത്തിയാൽ ആ പ്രദേശവാസികൾ ഇസ്ലാമിലേക്ക് കടന്നുവരും, വിധേയപ്പെടും. ഈ പവർ ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള മഹാരഥന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് അന്ന് ഏറെ കറാമത്തുകൾ പ്രകടിപ്പിച്ച് ഇസ്ലാമിനെ വിളംബരപ്പെടുത്തേണ്ടത് ആവശ്യമില്ല. അത്രയും പവറുള്ളവരാണ് അന്നുള്ളവർ. അതിനുശേഷം ഇസ്ലാമിന് ചില അപകടങ്ങൾ ഉണ്ടായി. സ്വാലിഹീങ്ങളെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങി. ഭരണരംഗത്ത് കലഹങ്ങൾ വർദ്ധിച്ചു. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പവർ പ്രകടിപ്പിക്കാനാണ് ശൈഖ് ജീലാനിയിലൂടെ അല്ലാഹു തആല ധാരാളം കറാമത്തുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. എന്തെല്ലാം കറാമത്തുകൾ സംഭവിച്ചു എന്നല്ലേ? ചത്ത ശവങ്ങൾക്ക് പോലും ജീവൻ നൽകിയ കറാമത്തുകൾ ഉണ്ടായി. കോഴിയുടെ മുള്ളോട് കൂവെന്ന് ചൊന്നാരെ കൂശാതെ കൂവിപ്പാറപ്പിച്ചു വിട്ടോവാർ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ദർസിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവിടെ പഠിക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥിയുടെ ഉമ്മ കുട്ടിയെ കാണാൻ വേണ്ടി ദർസിലേക്ക് ചെന്നു. അങ്ങനെ ഉസ്താദുമായിട്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒന്നാം തരം കോഴിയുടെ മാംസം ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. ആ സമയത്ത് ഉമ്മ ചിന്തിച്ചു, ഈ ദർസിൽ പഠിക്കുന്ന എന്റെ കുട്ടിയൊക്കെ കഴിക്കുന്നത് കേവലം റൊട്ടിയുടെ കഷ്ണങ്ങളാണല്ലോ, എന്നാൽ ഉസ്താദ് ഇങ്ങനെ കോഴീനെയൊക്കെ നന്നായി തിന്നുന്നുണ്ടല്ലോ എന്ന് ഉമ്മാന്റെ മനസ്സിൽ ചെറിയൊരു തോന്നലിങ് വന്നു. അത് മഹാനായ ശൈഖ് ജീലാനിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നു. ആ സമയത്താണ് കോഴിയെ മുഴുവനും തിന്ന് മുള്ളു കൂട്ടിയിട്ടിട്ട് ആ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് പറയുന്നു, കോഴി നീ എഴുന്നേറ്റ് പറന്നുപോയിക്കോ. പെട്ടെന്ന് അത്ഭുതമല്ലേ, ഈ കോഴി എഴുന്നേറ്റ് നിൽക്കുന്നു. കൂകി വിളിച്ചുകൊണ്ടാണ് അവിടുന്ന് പറന്നു പോകുന്നത്. അങ്ങനെ ആ ഉമ്മയോട് ശൈഖ് ജീലാനി പറയുന്നു, ഉമ്മ ഇതുപോലെ നിങ്ങളെ മകൻ വളർന്നു കഴിഞ്ഞാൽ അവനും കോഴി തിന്നുകൊള്ളട്ടെ. ഉമ്മ ഞെട്ടിപ്പോയി. തന്റെ മനസ്സിലുള്ളത് എങ്ങനെ ശൈഖ് അറിഞ്ഞു? അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കറാമത്തുകളുടെ ഭാഗമാണിത്. ഇതൊക്കെ പറയുമ്പോൾ ചിലര് പറയും, അങ്ങനെ ചത്തതിന് ജീവനിടിക്കാൻ അള്ളാഹ്ക്കേ കഴിയൂ. കാരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ഹുവ യുഹ്യീ വ യുമീത്, മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും അള്ളയാണെന്ന് അള്ളാഹ് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് ശൈഖ് ജീവിപ്പിക്കുക? സഹോദരാ, അത് അള്ളാഹു തന്നെയാണ് ഇവിടെയും ജീവിപ്പിക്കുന്നത്. അതിന് ഇവരെ അള്ളാഹ് കാരണമാക്കുന്നു എന്നേ അതിനുള്ളൂ. അത് ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്, അള്ളയാണ് ചെയ്യുന്നത്. അള്ളാഹു തആല അവന്റെ അമ്പിയാക്കളിലൂടെ ഔലിയാക്കളിലൂടെ നടത്തുന്നു എന്ന് മാത്രം. ഇവിടെ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. മഹാനായ ഈസാ നബി പറഞ്ഞില്ലേ, ഈസാ നബി നബിയാണല്ലോ, അല്ലല്ലോ. ഇന്നി അഖ്ലുഖു ലക്കും മിനത്വീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. കളിമണ്ണിൽ നിന്നും പക്ഷിയെപ്പോലുള്ള രൂപം ഞാൻ ഉണ്ടാക്കും, അതിൽ ഞാൻ ഊതും. ഞാൻ അതിൽ ഊതിക്കഴിഞ്ഞാൽ അള്ളാന്റെ സമ്മതത്തോടെ അത് പക്ഷിയായി പറന്നു പോകും. ആര് പറയാണ്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, മനുഷ്യനാണ്, പ്രവാചകനാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിയെ ഉണ്ടാക്കിയതിന് ജീവൻ കൊടുക്കുന്നു. അതുകൊണ്ട് മഹാനവറുകൾ ദൈവമായി പോവില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ക്രൈസ്തവരുടെ വിശ്വാസത്തിലേക്ക് വിദഗ്ധക്കാര് പോകേണ്ടി വരും. ചത്തതിന് ജീവൻ കൊടുക്കലും, അല്ലെങ്കിൽ ജീവൻ പണ്ടേ ഇല്ലാത്തൊരു വസ്തുവിന് എന്നെ ജീവൻ കൊടുത്താൽ അത് അള്ള മാത്രമേ കൊടുക്കൂന്ന് വിശ്വസിച്ചു പോയാൽ ഇസ്ലാമിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഖുർആനിലുള്ളത് അള്ളയല്ലാത്ത പ്രവാചകൻ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അള്ളാന്റെ സമ്മതത്തോടെയാണ്. സർവ്വ കറാമത്തുകളും അങ്ങനെയാണല്ലോ നമ്മുടെ വിശ്വാസവും. പിന്നെ മഹാൻ പറഞ്ഞത് എന്താണ്?
ഇദാ വഉബരിഉൽ അക്മഹ വൽ അബ്റസ വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്. ജന്മനാൽ കണ്ണ് കാണാത്തവനെ എന്റെ കൈകൊണ്ടൊന്ന് തടവിയാൽ ഞാൻ സുഖമാക്കിക്കൊള്ളാം. ശരീരത്തിൽ ആ സകലം വെള്ളപ്പാണ്ട് ഉള്ളവനെ ഞാനൊന്ന് തടവി ശുദ്ധീകരിച്ചു കൊടുത്തേക്കാം, ശിഫ നൽകിയേക്കാം. പിന്നെ പറയുന്നു വഉഹയിൽ മൗതാ, ചത്ത ശവത്തിന് ഞാൻ ജീവൻ നൽകും ബിഇദ്നില്ലാഹ്. ഇതൊക്കെ റബ്ബിന്റെ അനുമതിയും ഇംഗിതവും അനുസരിച്ചാണ്. തുടർന്ന് വീണ്ടും പറഞ്ഞു വഉനബ്ബിഉകും ബിമാ തഅകുലൂന, നിങ്ങൾ ഇപ്പോൾ തിന്നു വന്ന നിങ്ങളെ വയറ്റിലുള്ളത് എന്താണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു തരാം. വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളെ വീട്ടിൽ ഇനി എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ ഇവിടെ വെച്ചു പറയാം. ഇതൊക്കെ ഒരു പ്രവാചകൻ അന്ന് പറഞ്ഞതാണെങ്കിൽ ഇങ്ങനെ മറഞ്ഞ കാര്യം പറയുന്നതും പള്ളന്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് പുറത്തു പറയുന്നതും വീട്ടിൽ സൂക്ഷിച്ച കാര്യം പറയുന്നതും ഇതൊക്കെ കറാമത്തുകളും മൂജിത്തുകളുമായി സംഭവിക്കാവുന്നതാണ്. ഇത് അള്ളാഹു ആദരിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള നിരവധി കറാമത്തുകൾ അള്ളാഹു സൂക്ഷ്മ ജീവിതം നയിക്കുന്ന ഔലിയാക്കന്മാർക്ക് നൽകുന്നു. എന്നാൽ ഒരാൾ വലിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. എന്തുകൊണ്ട്? അത്ഭുതങ്ങൾ പല നിലക്കും ഉണ്ടാകും, കറാമത്തായിട്ട് മാത്രല്ല. ചിലപ്പം ഇർഹാസ് എന്ന നിലക്കുണ്ടാവും. അള്ളാഹിന്റെ പരീക്ഷണമായി അള്ളാഹുമായി ഒരു ബന്ധമില്ലാത്ത ആൾക്കും അള്ളാഹു ചിലപ്പോൾ അത്ഭുതങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് ആഖിർ സമാനിൽ വരാനുള്ള വലിയൊരു ഭീകരനാണല്ലോ മസീഹുദ് ദജ്ജാൽ. അള്ളാഹു അവന്റെ ഫിത്നയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുവരെ ആ ചങ്ങായി വന്നിട്ടില്ല. എന്നാൽ നോക്കണം, 1500ഓളം കൊല്ലമായി അള്ളാന്റെ റസൂൽ അന്ന് നമ്മളോട് പഠിപ്പിച്ചു, ഈ ഭീകരൻ വരാനുണ്ട്, നിങ്ങൾ അവനെ തൊട്ട് എല്ലാ നിസ്കാരത്തിലും അള്ളഹാനോട് അഭയം തേടണം. ആളിപ്പോഴും വന്നിട്ടില്ല. 1400-ലേറെ കൊല്ലമായി ലോകത്തെ മുസ്ലിങ്ങൾ മുഴുവനും വഅഊദു ബിക മിൻ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ദജ്ജാല് ഭൂമിയിൽ വന്നാൽ അത്ഭുതം കാണിക്കും. മുഅ്മിനായ മനുഷ്യൻ ഇങ്ങോട്ട് പിടിക്കും, അയാളെ നടു ഈർച്ചവാള് കൊണ്ട് മുറിക്കും, 2 പിളർപ്പാക്കി താഴേക്കിടും, നടുവിലൂടെ അങ്ങ് നടന്നു പോകും, തിരിഞ്ഞു നിൽക്കും, എഴുന്നേറ്റ് വാ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കും. മുറിഞ്ഞു വീണ മനുഷ്യനതാ മുറി കൂടി എഴുന്നേറ്റ് നടന്നു വരും. അള്ളാന്റെ റസൂല് പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ കാണാം, ഈ അത്ഭുതം കണ്ട് ഈ മനുഷ്യൻ, ഈ ദജ്ജാല് അവൻ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സർവ്വ ബിദ്അത്തുകാരും അവന്റെ പിന്നാലെ കൂടും. കാരണം അവരൊക്കൊപ്പം വിശ്വസിക്കുന്നത് എന്താ? അല്ലാഹ് അല്ലാതെ ചത്തേന് ജീവൻ കൊടുക്കൂലാന്നാ. അപ്പം ദജ്ജാല് വന്ന് ഇങ്ങനെയുള്ള അത്ഭുതം കാണിച്ചാൽ ദജ്ജാലിന്റെ പിന്നാലെയാണ് ബിദ്അത്തുകാരൊക്കെ പക്ഷം ചേരുക. ഇപ്പൊ അവര് വിശ്വസിക്കുന്നത് 1-ാം ആകാശത്തേക്ക് അല്ലാഹ് എല്ലാ രാത്രി ഇറങ്ങി വരുന്നുണ്ട് എന്നാ. അന്ന് അവര് വിശ്വസിക്കൽ എന്താ? കൂട്ടത്തിൽ ഒരിക്കൽ ഭൂമിയിലേക്ക് ഇറങ്ങി എന്നാ. അങ്ങനെ അല്ലാഹ് മാത്രമേ ചത്തേന് ജീവൻ കൊടുക്കൂ എന്ന അവരെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവര് ദജ്ജാലിന്റെ പിന്നാലെ ചേരും. അത് കറാമത്തല്ല, അത് പരീക്ഷണാർത്ഥം അല്ലാഹ് കൊടുക്കുന്ന കഴിവുകളാണ്. ഇനി ചിലത് എന്തുണ്ടാവും? സിഹ്റ് കൊണ്ടോ കൺകെട്ട് കൊണ്ടോ ജാലവിദ്യ കൊണ്ടോ കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചില അത്ഭുതങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിച്ചേക്കും. അത് നമ്മളെ മുതുകാടിനെ പോലുള്ളവരൊക്കെ കാണിച്ചു തരാറുണ്ട്. അത് ബാഹ്യമായി കണ്ടാൽ അത്ഭുതമാണ്, പക്ഷേ അത് കൺകെട്ടുകളാണ്, ജാലവിദ്യകളാണ്. അത് നോക്കി മാനദണ്ഡമാക്കി, അത്ഭുതം മാനദണ്ഡമാക്കി ഔലിയാക്കളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. വലിയനെ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ? നേരത്തെ നമ്മൾ പറഞ്ഞു, 3 മാനദണ്ഡങ്ങളാണ്. ഒന്ന് അള്ളാഹിനെ കുറിച്ചുള്ള അവരെ വിവരമാണ്. രണ്ടാമത്തത് ഇബാദത്തിൽ എത്രയാണോ അവർക്കുള്ള താല്പര്യം, അതാണ്. മൂന്നാമത്തേത് ഭൗതിക ആഡംബരങ്ങളിൽ മനസ്സുകൊണ്ട് താല്പര്യമില്ലാത്ത വിരക്തി പുലർത്തുന്നവരാണ്. ഈ അടയാളം വെച്ചാണ് ഔലിയാക്കളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതും തെരഞ്ഞുപിടിക്കേണ്ടതും. അല്ലാത്ത അത്ഭുതങ്ങൾ നോക്കിയല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, വായുവിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ ഒരാളെ പറ്റി അയാൾ വലിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ, ഇപ്പൊ നമ്മളെ ചൈനയിലൊക്കെ നടന്ന പരിപാടി, അതിലൊക്കെ എന്തെല്ലാം വായുവിലൂടെ കാണിക്കുന്ന ഓരോരുത്തർ. ഇതെന്താ?
പരിശീലനത്തിലൂടെ നേടാവുന്നതാണ്. അതൊന്നും കറാമത്തുകളുടെ ഭാഗമല്ല. എന്നാൽ അല്ലാഹു തആല കൊടുക്കുന്ന കറാമത്തുകൾ അത് യാഥാർത്ഥ്യമായിരിക്കും, കൺകെട്ടുകളല്ല, ജാലവിദ്യയല്ല. അത് കണ്ടുകൊണ്ടൊരാൾ വലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കലുമല്ല, മറിച്ച് നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളാണ് ഔലിയാക്കന്മാരുടെ സ്വഭാവം. എന്നാൽ ജീവിതത്തിൽ ചിലപ്പോൾ, ഞാൻ നിർത്തുക, ചിലപ്പോഴെങ്കിലും ചില ഔലിയാക്കന്മാരിൽ പെട്ട ആളുകൾക്ക് നിസ്കരിക്കാത്ത സന്ദർഭം ഉണ്ടായതുണ്ടാകും, നോമ്പെടുക്കാത്ത ചുറ്റുപാടുണ്ടായതുണ്ടാകാം. അങ്ങനത്തെ ഒരു സന്ദർഭം ചിലരിലൊക്കെ വലിയായി അറിയപ്പെട്ടവരിൽ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം എന്താണ് അതിന്റെ കാരണം. അത് ഔലിയാക്കന്മാരുടെ താഴെ പടിയിൽ ഇവരെത്തുന്ന നേരത്തുള്ള ഒരു സ്വഭാവം, അഥവാ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത. ആ ചിന്തയുമായി നടക്കുന്ന കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് എന്തു പറ്റും? ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കും, ബുദ്ധിക്ക് തകരാറ് പറ്റും. ആ തകരാറ് പറ്റുന്ന സമയത്ത് സമനില തെറ്റിയ ഇവർ ചിലപ്പം വസ്ത്രം തന്നെ ധരിക്കൂല, ചിലപ്പോ എന്തൊക്കെയോ വിളിച്ചു പറയും, ചില നേരത്ത് നിസ്കരിക്കൂല, ചില റമളാനിൽ അവർ ചായയും കുടിച്ചൊക്കെ നടക്കും. അത് വലിയായി എന്ന കാരണം കൊണ്ടുണ്ടായതല്ല, പിന്നെന്താ? ബുദ്ധിക്ക് തകരാറുള്ളത് കൊണ്ടാണ്. വലിയായതിന്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കാം, ഇബാദത്ത് ഒഴിവാക്കാം എന്ന് പറയുന്ന ഒരു സന്ദർഭം ജീവിതത്തിൽ ഇല്ല തന്നെ. മരണം വരെ ഇബാദത്ത് ചെയ്യണം. എന്നാൽ ബുദ്ധിക്ക് തകരാറുള്ള ഒരാൾ, അയാൾക്ക് തക്ലീഫില്ല, അയാൾക്ക് ആരാധനകൾ നിർബന്ധമില്ല, അയാളോട് ഒരു കൽപ്പനയില്ല. ഒരാള് 40 വയസ്സ് വരെ ബുദ്ധിക്കൊരു തകരാറുമില്ലാതെ നല്ല മനുഷ്യനായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ 40 വയസ്സായപ്പോ അയാൾക്ക് ഭ്രാന്തായി. അപ്പൊ അയാൾ നിസ്കരിക്കുന്നൊന്നുമില്ല, അയാൾക്ക് നിസ്കാരമില്ല, അയാൾക്ക് നോമ്പുമില്ല, സക്കാത്തും ഹജ്ജും ഒന്നുമില്ല. നിസ്കാരം അതുപോലെ നോമ്പൊന്നും അയാളെത്തുന്ന സ്വഹിയാവൂല, അയാൾ നോറ്റാൽ തന്നെ സ്വഹിയാവൂല, ഭ്രാന്തന്റെ നോമ്പ്. പക്ഷെ അയാൾ മുസ്ലിം അല്ലാതാവോ? ഇല്ല, അയാൾ അപ്പോ ആരാ? മുസ്ലിമാണ്. എന്നതുപോലെ വലിയായി ജീവിച്ചു വരുന്ന ഒരാള്, അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ നടക്കുന്ന ഒരാൾ, പെട്ടെന്ന് അയാൾക്ക് ബുദ്ധിക്ക് എന്തോ ഒരു തകരാറ് പറ്റും. എന്നാൽ അതിനെ സാങ്കേതിക ഭാഷയിൽ പറയാ ജദ്ബിന്റെ ഹാല് എന്നാണ്. സംഭവിച്ചാൽ ആ സമയത്ത് അയാൾ നിസ്കരിക്കാതിരുന്നുകൊണ്ട് അയാൾക്ക് കുറ്റല്ല. കാരണം എന്താ? അയാൾക്ക് ഇപ്പൊ ബുദ്ധി നേരെയല്ലാത്തത് കൊണ്ടാ. പക്ഷെ അതുകൊണ്ട് അയാൾ വലിയല്ലാതാവോ? ഇല്ല. നേരത്തെയുള്ള ആള് മുസ്ലിമാണ്, അയാൾ മുസ്ലിം ആയതുപോലെ തന്നെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയ ഒരാള് ഇങ്ങനെ ബുദ്ധിമാന്യം സംഭവിച്ച് ഉടയാടകളില്ലാതെ, നിസ്കാരമില്ലാതെ, നോമ്പില്ലാതെ നടക്കുന്നത് കൊണ്ട് അത് ഔലിയായതുകൊണ്ട് അയാൾക്ക് ഒഴിവ് കിട്ടി എന്നതല്ല, ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അയാൾ ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് അയാൾ വിലായത്ത് നഷ്ടപ്പെട്ടു കൊള്ളണം എന്നില്ല. അങ്ങനെ ഉണ്ടാവാം. അത് ഒരു വിഷയത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു ഭീകര മാരക ആയുധമാണല്ലോ ആണവ കരാർ. ഇന്നിപ്പോ നമ്മളെ രാജ്യം അമേരിക്കയുമായി അതിൽ ഒപ്പുവെച്ച ഒരു കറുത്ത ദിവസം. ആര് എന്ത് ഗുണം അതിനെപ്പറ്റി പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ ഒന്നായിരിക്കും അത്. ചിലപ്പം ഭൗതികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇന്ത്യയുടെ ഇന്നുവരെയുള്ള ചേരിചേരാ നയത്തിൽ നിന്നും മാറി സാമ്രാജ്യത്വ ശക്തികളുടെ ചട്ടുകമായി മാറുന്ന ഒരു നീക്കമാണ് എന്നാണ് നമുക്കൊക്കെ അതിൽ തോന്നുന്നത്. ഏതോ ആവട്ടെ, ആ ആണവായുധം ആദ്യമായി കണ്ടുപിടിച്ച ആളെ പേരെന്താര്യങ്ങൾ? ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രജ്ഞനാ. അയാൾ ജീവിതത്തിൽ ഏറ്റവും അധികം ഖേദം പ്രകടിപ്പിച്ചതും അത് കണ്ടുപിടിച്ചതിന്റെ പേരില്ല. അമേരിക്ക ആ ആയുധം ഉപയോഗിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും, അതുപോലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിലുള്ള 2 പ്രദേശങ്ങളാ ഇത് ഉപയോഗപ്പെടുത്തി ലക്ഷങ്ങളെ ഞൊടിയിട കൊണ്ട് കൊന്നുകളഞ്ഞു. ആ ഐൻസ്റ്റീൻ പരമാണുവിന്റെ ഘടനയെ കുറിച്ച് ചിന്തിച്ച് അയാൾ ഇങ്ങനെ നടക്കുകയാണ്. നടന്നിട്ട് അയാൾ വഴിതെറ്റിപ്പോയി. കാരണം അയാളെ മനസ്സിൽ ഈ ഒരു കാര്യം തന്നെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ നടന്നു കിടന്ന അവസാനം അയാൾ എത്തിപ്പെട്ടത് എവിടെ? അയാളെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പെട്ടിക്കടയിലാണ്. അവിടെ ചെന്നിട്ട് ഇയാള് പരിസരബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ചോദിക്കാണ്, അല്ല ഐൻസ്റ്റീന്റെ വീട് എവിടെയാണ്?
ഇയാളെ പൊരന്റെ തൊട്ടടുത്തുള്ള പീടിയല് മുറ്റത്തി വന്നിട്ട്. അപ്പൊ കടക്കാരൻ ചോദിച്ചാൽ നിങ്ങളല്ലേ ഐൻസ്റ്റീൻ? അതെ, ഞാൻ തന്നെയാണ്. നിങ്ങളെ പൊരന്റെ മുറ്റത്തല്ലേ നിങ്ങൾ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് ബോധം വരുന്നത് ഇതെന്താ സംഭവം? ഇതൊരു തരത്തിലുള്ള ജദ്ബ. ഒരു വിഷയത്തെ കുറിച്ച് തന്നെ നമ്മളെ ചിന്ത ഏകീകരിക്കുമ്പോൾ, കേന്ദ്രീകരിക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അങ്ങ് മറന്നു. ചിലപ്പോ നമുക്ക് തന്നെ അനുഭവപ്പെടാറില്ലേ? നമ്മളൊരു ബസ് കാത്തിക്കാണ്, നമുക്ക് കിട്ടേണ്ട എങ്ങോട്ടുള്ള ബസ്സാ? നിലമ്പൂർക്കുള്ള ബസ്സാ. ബസ് മേൽ നോക്കുമ്പോ ഒക്കെ നിലമ്പൂർ 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 എന്ന് ഇങ്ങനെ മനസ്സ് കണ്ടിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഒരുപാട് ബസ് പോയിട്ടുണ്ട്. അപ്പൊ ഒരാൾ വന്ന് ചോദിച്ചു, ഇതിലൂടെ അരീക്കോട്ടുക്കുള്ള ബസ് വന്നോ? എത്രണ്ണം പോയി? പക്ഷെ ഇവന്റെ മറുപടി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം ഓൻ നോക്കുന്ന ഏതാ? നിലമ്പൂരുള്ള ബോർഡാ. ഓൻ അരീക്കോട് നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ ശ്രദ്ധയിൽ ഏത് പെടുന്നില്ല? അത് വരുന്നില്ല. ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ. ഇതുപോലെ നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദുന നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനവറുകൾ വളരെ വലിയ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായി. മഹാൻ തന്റെ ജീവിതത്തിലെ ഒരു ദുർഘട നിമിഷത്തിൽ ഒരു കൊട്ടാരത്തിലെത്തിപ്പെട്ടു. സുലൈഖാ ബീവിയുടെ ഒരടിമയായിട്ടാണ്. അതുകൊണ്ട് തന്നെ സുലൈഖാ ബീവി ഈ അടിമയുടെ ശാരീരിക സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ കഥയൊക്കെ നിങ്ങൾക്കറിയാം. നാളേതായാലും പാട്ടായി, പെണ്ണുങ്ങളെടുത്ത് കിട്ടിയ അങ്ങനെയാണല്ലോ. അപ്പൊ പക വീട്ടാൻ വേണ്ടി സുലൈഖാ ബീവി എന്ത് ചെയ്തു? ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഈ ചെറുപ്പക്കാരൻ, എന്നിട്ട് അവരെയൊക്കെ എന്താ അവര് ചെയ്യാന്നൊന്ന് കാണല്ലോ എന്ന് പറഞ്ഞ് പഴം സംഘടിപ്പിച്ചു, മൂർച്ചയുള്ള കത്തിയും സംഘടിപ്പിച്ചു. ഖുർആൻ പറഞ്ഞ കഥ. അങ്ങനെ പെണ്ണുങ്ങളെ വരി വരിയായി ഇരുത്തി ഇവരോട് പറഞ്ഞു, നിങ്ങൾ പഴങ്ങളൊക്കെ മുറിച്ചിട്ടോളൂ. അപ്പോഴേക്ക് യൂസുഫ് എന്ന ചെറുപ്പക്കാരനോട് യജമാനത്തി ഓർഡർ ഇട്ടു. പിന്നെ നിവൃത്തിയില്ലല്ലോ, നല്ല ഉടയാടകളൊക്കെ ധരിച്ച് ഈ പെണ്ണുങ്ങളുടെ കൂടെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു അടിമയായതുകൊണ്ട് നിർബന്ധിതനായി ഇവർക്കിടയിലൂടെ അങ്ങ് ഇറങ്ങി നടന്നപ്പോൾ അല്ലാഹ് പറയുന്നു, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു, മഹാനായ ഈ സൗന്ദര്യ താപത്തെ കണ്ടപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും അന്തം വിട്ടുപോയി. വഖുൽന ഹാശലില്ലാഹ്, അവര് പറഞ്ഞു, മഹാ അത്ഭുതമേ, ഇതൊരു മനുഷ്യനല്ല, ഇൻഹുവ ഇല്ലാ മലക്കും കരീം, ഇതേതോ മാലാഖയാണ്, മനുഷ്യന് ഈ സൗന്ദര്യം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അവർ ചെയ്തത്? ഫഖത്തഅന ഐദിയഹുന്ന, പഴങ്ങനെ മുറിച്ച ആൾക്കാരിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോവാ, കയ്യിന്റെ കഷ്ണം ഇങ്ങനെ നിലത്ത് കിടന്ന് ചാടുകയാണ്. ഇവരുണ്ടോ അറിയണം? എന്താ ഇപ്പൊ സംഭവിച്ചത്? ഒരു സൗന്ദര്യത്തിലേക്ക് ശ്രദ്ധ മുഴുവനും ആവാഹിക്കപ്പെട്ടപ്പോൾ സ്വന്തം കൈ മുറിഞ്ഞതുപോലും പെണ്ണുങ്ങൾ അറിഞ്ഞില്ല. ഇതാണ് അള്ളാഹുവിന്റെ സൗന്ദര്യം, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്. ഈ ചിന്ത മാത്രം കൽബിലിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമാന്യം ചിലരിൽ സംഭവിക്കും. ഇത് ഉന്നതരായ ഔലിയാക്കളിൽ സാധാരണ ഉണ്ടാകാറില്ല. വിലായത്തിന്റെ തുടക്കത്തിലുള്ളവരിലാണ് പലപ്പോഴും ഇത് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കൾക്കോ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലുള്ളവർക്കോ ഇങ്ങനെയുള്ള ബുദ്ധിമാന്യം സംഭവിച്ചിട്ടില്ല. അത് താഴെ കടയിലുള്ള ആളുകൾക്കാണ് അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ബുദ്ധിഭ്രമം ഉണ്ടാകുന്നത്. അതിനെ സ്വാലിഹീങ്ങൾ പറയുന്നത് ജദ്ബ് എന്നാണ്. ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ ചില ഔലിയാക്കന്മാർക്ക് ഉണ്ടായി എന്നതിന്റെ പേരിൽ അവരാരും വിലായത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. മുസ്ലിമായ ഒരു മനുഷ്യന് ഭ്രാന്ത് വന്നാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്തതുപോലെ, എന്നാൽ ഇത്തരത്തിലുള്ള നിസ്കാരം ഒഴിവാക്കാവുന്ന ഒരവസ്ഥ വലിയായി എന്ന കാരണം കൊണ്ട് ഇനി നിസ്കാരം വേണ്ട എന്നൊരവസ്ഥ ഒരൊറ്റ മനുഷ്യനുമില്ല. എല്ലാം ബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നവർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഉറച്ച വിശ്വാസമുള്ള, ജീവിതത്തിൽ ഒരിക്കലും തെറ്റിലേക്ക് മനസ്സുകൊണ്ട് ചായാത്ത സൂക്ഷ്മ ജീവിതം നയിക്കുന്ന മഹത്തുക്കളാണ്. അത്തരം മഹാരഥന്മാരെ മനസ്സുകൊണ്ട് പ്രിയം വെക്കുകയും പരമാവധി അവരുടെ ജീവിതം അനുധാവനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. അവരെ അനുസ്മരിക്കുന്ന ഇത്തരം പരിപാടികളിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്ന പ്രാർത്ഥനയോടെ ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുന്നു.